കഴുകന്റെ കണ്ണുകളോടെ അയ്യന്റെ മലയിൽ കവർച്ച നടത്തിയവരെല്ലാം കുടുങ്ങാൻ പോകുകയാണ്. കമഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ജനങ്ങൾ ഉറപ്പിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കുടുക്കാനുള്ള എല്ലാ ആയുധവും പ്രതിപക്ഷത്തിന് ലഭിച്ചു കഴിഞ്ഞു. അത് ശരിയാം വിധം ഉപയോഗിച്ചാൽ മാത്രം മതി UDFിൻ്റെ കൈകളിൽ ജനങ്ങൾ ഭരണമേൽപ്പിക്കും. 2019 മുതൽ ശബരിമലയിലെ മോഷണം അറിഞ്ഞിട്ടും സർക്കാർ അത് മറച്ചുവെച്ചെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. സ്വർണം കവർന്നത് ആരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമെന്നും ആ വിവരം അദ്ദേഹം ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറിജിനൽ ദ്വാരപാലക ശില്പം വലിയ തുകയ്ക്ക് വിറ്റുകഴിഞ്ഞു. ഏത് കോടീശ്വരനാണ് അത് വിറ്റത് എന്ന് കോടതി ചോദിച്ചിട്ടും സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്കറിയില്ല എന്നുള്ളതാണ്. അറിയുന്നതിനെ മറച്ചുവെക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം അത് കോടതിയുടെ മുന്നിൽ നടക്കില്ല. ഇനി കോടതി നോക്കിക്കൊള്ളും. 2019 പൂശിയ സ്വർണം 6 കൊല്ലത്തിന് ശേഷം വീണ്ടും സ്വർണം പൂശാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യവും കോടതി ഉന്നയിക്കുകയാണ്. അതിലുണ്ടായിരുന്ന സ്വർണമെല്ലാം അടിച്ചു കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാൻ അയ്യപ്പൻ്റെ പണം തന്നെ ഉപയോഗിച്ചതിന് അപ്പുറം ഒരു കൊള്ള എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം കോടതി വളരെ വ്യക്തമായി നിരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ വെച്ച് സ്വർണം പൂശിയാൽ പോരാ, ഇവർക്ക് പോറ്റിക്ക് കൊടുത്തുവിടണം എന്ന് PS പ്രശാന്ത്, അതായത് അധ്യക്ഷൻ, കത്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ചേ കിട്ടിയുള്ളൂ എന്നാണ് പോറ്റി തിരിച്ചു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരാളെ അധ്യക്ഷ കസേരയിൽ ഇരുത്തി അടുത്ത കാലത്ത് നടത്തിയ കൊള്ളയും മുഖ്യനറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ സ്വർണം കവർന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. ആ മോഷണത്തിൻ്റെ പശ്ചാത്താപം മാത്രമല്ല, ശബരിമല ഒരു കറവ പശുവാണെന്ന് മനസ്സിലാക്കി വിദേശി ടൂറിസ്റ്റുകളെ വരെ ആകർഷിച്ചു പണം തട്ടാനുള്ള ഒരു ശ്രമമാണ് അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി വിജയൻ നടത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വാസമർപ്പിച്ച അയ്യപ്പൻ പണി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന സംഭവങ്ങളെല്ലാം. ഹൈക്കോടതിയാണ് സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ ഒരു ആരോപണമോ ആക്ഷേപമോ അല്ല. ഹൈക്കോടതി നേരിട്ടിടപെട്ട കേസ്. 1999 30 കിലോ സ്വർണം ശബരിമലയിൽ ഉണ്ടായിരുന്നതായും ദേവസ്വം മാനുവൽ ലംഘിച്ച് ദേവസ്വം വകുപ്പിൻ്റെ അനുവാദത്തോടുകൂടി ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വർണം പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ലെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറയട്ടെ എന്നും, എന്നാൽ കടകംപള്ളി തിരുവനന്തപുരത്ത് വീട് വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വ്യക്തമായ സഹായത്തോടെയാണെന്നും VD സതീശൻ തെളിവുകൾ നിരത്തി പറഞ്ഞിരിക്കുകയാണ്. കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ല എങ്കിൽ അവർ വീണ്ടും കക്കാൻ പോകും. ദേവസ്വം മന്ത്രിയും ബോർഡും അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നിരിക്കെ കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സതീശൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തിൻ്റെയോ ഒക്കെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് പ്രതിപക്ഷ നേതാവിന് അയച്ചു എന്ന് പറഞ്ഞത് 10 ദിവസത്തോളമായി. ഇന്ന് വരെ അതിനൊരു മറുപടിയോ എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നോ കടകംപള്ളി പറഞ്ഞിട്ടില്ല. പണ്ട് സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായി ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത്രയും വൃത്തികെട്ടവനാണോ ഈ കടകംപള്ളി എന്ന് കേരളം ചോദിച്ചപ്പോൾ അതിനെതിരെ ഒരു വാക്കുമിണ്ടാനോ വക്കീൽ നോട്ടീസ് അയക്കാനോ കടകംപള്ളി തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു, അതിനപ്പുറം ഒന്നുമില്ല കടകംപള്ളിക്ക് പറയാനോ ചെയ്യാനോ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പിന്നിലാര് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് കടകംപള്ളി പറയട്ടെ, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. കവർച്ച ചെയ്തതെല്ലാം അയ്യപ്പ സന്നിധിയിൽ തിരിച്ചെത്തും വരെ സമരം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് പ്രതിപക്ഷം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാർ കപടഭക്തിയോടെയാണ് പമ്പയിലേക്ക് പോകുന്നതെന്നും പ്രതിപക്ഷം എല്ലാ കള്ളക്കടത്തിൻ്റെ രേഖകളും കയ്യിൽ വെച്ചാണ് പോരാട്ടം നടത്തുന്നതും എന്ന് വ്യക്തമാകുകയാണ്. മുഖ്യമന്ത്രിക്ക് വിദേശത്ത് തങ്ങാനുള്ള മനസ്സാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാകുകയാണ്. മുഖ്യമന്ത്രിക്ക് സ്വന്തം നാവുകൊണ്ട് തന്നെ പറയേണ്ടി വരും യഥാർത്ഥ വസ്തുത. കാരണം രേഖകളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, കോടതിയുടെ കയ്യിൽ എന്നേ കിട്ടിക്കഴിഞ്ഞു.